വീണ്ടും ഒരു അവധിക്കാലം കൂടി വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ അവധിക്കാലം ആഘോഷിക്കാൻ പുനലൂരിലും പരിസര പ്രദേശങ്ങളുള്ള കുട്ടികൾ എത്തുന്നത് പുനലൂർ നഗരസഭയുടെ ബാലകലാ ഭവനിലാണ്. പാഠപുസ്തകങ്ങൾക്ക് താത്കാലികമായി വിട നൽകി കലയുടെ ലോകത്തിലേക്ക് കടന്നെത്തി ഒരുമിച്ച് വിവിധ കലകൾ അഭ്യസിക്കുകയാണ് 500ഓളം കുട്ടികൾ. കലയുടെ വിശാലമായ ലോകത്തേക്ക് കടന്നെത്തി ഈ കുരുന്നുകളെ വരവേൽക്കാൻ ബാലകലാ ഭവനിലെ അധ്യാപകരും ക്ലാസ് മുറികളും സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ കുരുന്നുകൾ ഒരുമിച്ചിരുന്ന് അവധിക്കാലം ആഘോഷിക്കുകയും ഒപ്പം കലകളുടെ അഗാധമായ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യുകയാണിവിടെ. അതീവ വിശാലമല്ലാത്ത ചെറിയ ക്ലാസ് റൂമുകൾക്കുള്ളിലും ഈ കുരുന്നുകൾ തങ്ങളുടെ കലാവാസനയെ തൊട്ടറിഞ്ഞ് പുറം ലോകത്തെത്തിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഒരു വർഷം പുസ്തകങ്ങളോട് മല്ലടിച്ച് വർഷാവസാന പരീക്ഷയും കഴിഞ്ഞ് തങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള കലകൾ അഭ്യസിക്കാനായാണ് ബാലഭവനിൽ എത്തുന്നത്. 1999 അന്നത്തെ നഗരസഭാ ചെയർമാനായിരുന്ന രാമചന്ദ്രൻ പിള്ളയാണ് ബാലഭവൻ ആരംഭിക്കുന്നത്. അവധിക്കാലത്തിൽ എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ 4 വരെയാണ് ക്ലാസ് നടക്കുന്നത്. 4 പീരീഡുകളാണ് ക്ലാസ്. 5 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. അവധിക്കാലം കഴിഞ്ഞാൽ ശനിയും ഞായറും എല്ലാ പൊതു അവധി ദിനങ്ങളുമാണ് ക്ലാസ് നടക്കുക. ബാലഭവന്റെ തുടക്കത്തിൽ 2 സംഗീതോപകരണങ്ങളായിരുന്നു ക്ലാസ് നടന്നിരുന്നത്. എന്നാൽ 12 വർഷം പിന്നിടുമ്പോൾ 12ലധികം വാദ്യോപകരണങ്ങളിലെ ക്ലാസും 500-ൽ പരം വിദ്യാർത്ഥികളുമായാണ് ഈ കലാക്ഷേത്രം കുരുന്നുകൾക്ക് കലയുടെ വെളിച്ചം പകർന്നു നൽകുന്നത്. കിഴക്കൻ മേഖലയിൽ നിന്നും കൊല്ലം, എഴുകോൺ മേഖലകളിൽ നിന്നും ധാരാളം കുട്ടികളാണ് ഇവിടെ എത്തുന്നത്. സംഗീതം, വയലിൻ, വീണ, മൃദംഗം, തബല, ഗിത്താർ, ഓർഗൻ, ഡാൻസ്, ചിത്രരചന, പെയിന്റിംഗ്, ബാൻഡ്, സ്പോക്കൺ ഇംഗ്ലീഷ് എന്നിവയിലാണ് ക്ലാസുകൾ പ്രധാനമായും നടക്കുന്നത്. ഞങ്ങൾ ബാലഭവനിലെത്തുമ്പോൾ കുട്ടികൾ കലകളുടെ ലോകത്തായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.